Ecclesiastes 1:9. There is nothing new under the sun. മലയാളത്തിൽ സഭാപ്രസംഗിയിൽ 1:9 പറയുന്നത്, സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. സൂര്യന് കീഴിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ എല്ലാം പഴയതിൻ്റെ റെപ്പറ്റീഷനാണെന്ന് പറയുന്നത്. ഒരു സൈക്ലിക്കൽ നേച്ചറാണ് ഈ ജീവിതത്തിൽ. നമ്മൾ നോക്കുമ്പോഴെല്ലാം ഒന്നൊന്നിൻ്റെ പുറകെ ഒരേപോലെ. അപ്പോൾ നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ പുതുതായിട്ടൊന്നുമില്ല. വേലിയേറ്റം, വേലിയിറക്കം, അത് വേലിയേറ്റം അന്ന് തൊട്ടേ ഉണ്ട്, ഇന്നും ഉണ്ട്. അത് പഴയതായിട്ടുള്ളത് തന്നെ എന്നും കറിയാം. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അത് എന്നും നടക്കുകയാണ്. പുതുതായിട്ടൊന്നുമില്ലെന്ന് ശലോമോൻ പറയുകയാണ്. ജ്ഞാനിയാണെന്നൊക്കെയാണ് പറയുന്നത്. ശലോമോൻ എഴുതി വച്ചിരിക്കുന്ന ഭൂമിയിലൊന്നും പുതുതായിട്ടില്ലെന്നാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ it reflects there is nothing new under the sun, reflects the cyclical nature of life and human experience, suggesting that while things may appear new, they are often repetition of what has happened before, according to Bible commentators. അതായത് പുതുതായിട്ടൊന്നുമില്ല. ശലോമോൻ പറഞ്ഞിരിക്കുന്നത് സൂര്യനും എല്ലാം പണ്ട് തന്നെ ഉള്ളത് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വിത്തിട്ടാൽ അത് കിളുക്കും, അത് പണ്ടിട്ടാലും കിളുക്കും, ഇന്നിട്ടാലും കിളുക്കും. അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല, ഒന്നുമില്ലെന്നാണ് ശലോമോൻ പറയുന്നത്. എന്നാൽ എന്താണത്? ന്യൂ ഇൻ്റർനാഷണൽ വേർഷനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വാട്ട് ഹാസ് ബീൻ വിൽ ബി അഗെയിൻ, വാട്ട് ഹാസ് ബീൻ ഡൺ വിൽ ബി ഡൺ അഗെയിൻ, ദർ ഇസ് നത്തിങ് ന്യൂ അണ്ടർ ദ സൺ, ഹിസ്റ്ററി മിയർലി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. അതൊന്ന് വായിച്ച് നോക്കാം. ഈ 9 തൊട്ട് 10 വരെ ഒന്ന് വായിക്കുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. അത് പുതിയത് എന്ന് പറയത്തക്കാണ് വല്ലതും ഉണ്ടോ? പുതുതായിട്ടൊന്നും ഇല്ല. പുതിയതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലയോ? വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. അപ്പം വരുവാനുള്ളതും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഓർക്കത്തില്ല. പണ്ടുള്ളവരെക്കുറിച്ച് നീ ഓർക്കുന്നുമില്ല. ഇതെല്ലാം മായയാണെന്നാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യന് കീഴെന്ന് പറയുമ്പോൾ ഈ ശലോമോന് ആത്മീയ തലമല്ല ഇവിടെ പറയുന്നത്. അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ കാണുന്നതെല്ലാം അണ്ടർ ദ സൺ, സൂര്യന് കീഴിൽ കാണുന്നതൊക്കെ മായം. സൂര്യന് കീഴിൽ കാണാത്ത കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. what does Solomon mean when he says under the sun? Under the sun എന്ന് പറയുമ്പോൾ, അതായത് സൂര്യന് കീഴിൽ എന്ന് പറയുമ്പം നമുക്കെല്ലാം കാണാവുന്ന കാര്യങ്ങളാണ്. is to think and act from the earthly point of view. നമ്മൾ കാണുന്നത് ലോകപരമായ കാഴ്ചയാണ്. to look at things carnally, ജഡീക തലത്തിലാണ് നമ്മൾ കാണുന്നത്. Solomon is leaving God out of the picture for a time as his lecturer holds. ഈ കാര്യം പറയുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയാണ് സോളമൻ സംസാരിക്കുന്നത്. ഹിസ് പർപ്പസ് അറ്റ് ദിസ് പോയിന്റ് is to cause us to begin to fear that vanity is all there is to life. അതിൻ്റെ ഒരു കാര്യം, ഈ ദൈവത്തെ മാറ്റി നിർത്തി ഭൂമിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കാണുന്നതെല്ലാം വാനിറ്റിയാണ്. അത് ഭയപ്പെടണമെന്ന്. അപ്പോൾ അതിനകത്തൊരു അന്തർലീനമായിട്ടൊരു സത്യമുണ്ട്. നമ്മൾ ദൈവീകത്വം, ദൈവത്തെ മാറ്റി വെച്ചേച്ച് ഭൂമിയിൽ നടക്കുന്നത് നോക്കുകയാണെങ്കിൽ എവ്രിതിങ് ഈസ് ദ സെയിം. അതിനൊരർത്ഥവും ഇല്ല. സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, അതിനിപ്പോൾ എന്താ വേണം? വേലിയേറ്റം കയറും, വേലിയേറ്റം ഇറങ്ങും. വിത്തിട്ടാൽ അത് കിളുക്കും. മനുഷ്യന് ദേഷ്യം വന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കും, ദുഃഖം വന്നാൽ കരയും. പുതുതായിട്ടൊന്നും ഇല്ലെന്നേ. സഭാപ്രസംഗി 1:9 പറയുന്നത്, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയതേ എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് എന്നാണ് ശലോമോൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും എസ്സേ എഴുതാൻ നേരത്തൊക്കെ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്. പണ്ട് പറഞ്ഞ പോലെ യുദ്ധം നടക്കും, ഇപ്പോഴും പിന്നെ നടക്കും. ഒന്നാം യുദ്ധം മറന്ന പോലെ രണ്ടാം യുദ്ധം നടക്കും, മൂന്നാം യുദ്ധം. ഇതൊക്കെ നമ്മളങ്ങ് പറയുമ്പോൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഇവിടെയെല്ലാം ദൈവത്തെ മാറ്റി നിർത്തിയുള്ള സംസാരമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളൊന്ന് കയറുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ ഇത് എഴുതി വെച്ചു ശലോമോൻ, പുതിയ നിയമത്തിൽ വരുമ്പം ന്യൂ ടെസ്റ്റ്മെൻ്റ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ന്യൂ തിങ്സ്.
a new covenant, a new agreement, a new heart, new mercies every morning. We are a new creation. The old is gone. A new Jerusalem, a new heaven, a new earth. അണ്ട പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിവെച്ച് എഴുതി കഴിഞ്ഞപ്പം ശലോമോൻ എഴുതി വെച്ച് കാണുന്നതെല്ലാം മായയാണ്, ഭയപ്പെടണതിന്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പം എല്ലാം പുതുതാക്കുന്ന ഒരു ദൈവത്തെയാണ് കാണിക്കുന്നത്. എല്ലാം പുതുതാക്കുന്ന ഒരു ദൈവം. എന്തൊരു മനോഹരം. എ ഗോഡ് who is doing all new things, a new covenant. പുതിയൊരു ഉടമ്പടി നമുക്ക് തരികയാണ്, പുതിയൊരു ഹൃദയം നമുക്ക് തരികയാണ്. നമുക്ക് അവൻ്റെ കരുണ ദിനം പ്രതി, അവൻ്റെ കൃപയും കരുണയും ദിനം പ്രതി പുതിയതാണ്. ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. അവൻ്റെ ദയ എന്നേക്കും പുതിയത് തന്നെ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെല്ലാം ക്രിസ്തുവിൽ പുതിയ ക്രിയേഷനാണ്. ക്രിസ്തുവിൽ ഒരുവനാകുമ്പോൾ അവൻ പുതു സൃഷ്ടിയായി, പഴയത് മാറി. നമ്മൾ പുതിയ യെരുശലേമിലേക്കാണ് നോക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പം ഇറ്റ്സ് അബൌട്ട് ദ ഇൻസൈഡ്, നോട്ട് ദ. അപ്പം ഇത് ആത്മീക തലം നോക്കുമ്പം എല്ലാം പുതുതാക്കുന്ന ഒരു തലം. ജഡീക തലം മാത്രം കാർണൽ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യനായിട്ട് നോക്കുമ്പം സൂര്യന് കീഴിൽ കാണുന്ന എല്ലാം ഒന്നുപോലെ തന്നെ, പഴയത് പുതുതൊന്നുമില്ല. എന്തൊരു വ്യത്യാസമല്ലേ പുതിയ നിയമത്തിലോട്ട് കയറുമ്പോഴും. ആ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നിട്ട് പുതിയ നിയമങ്ങളാണ് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരാൾ കൊന്നാൽ അവനെ കൊല്ലണമെന്ന്, ഒരു കണ്ണിന് കണ്ണ്, ഒരു ചെവിക്ക് ചെവി. എന്നാൽ പുതിയ നിയമം വന്നപ്പം ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ വേറെ ഉപദേശമാണ് തന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ യേശുക്രിസ്തു, അതായത് സെർമൺ ഓൺ ദ മൗണ്ട്, അത് തുടങ്ങിയിട്ട് കർത്താവിന് പുതിയ നിയമങ്ങളാണ് പറയുന്നത്. ഈ സെർമൺ ഓൺ ദ മൗണ്ട് വായിച്ചാൽ തന്നെ പഴയ നിയമത്തിനോട് നേരെ വിപരീതമായിട്ട് നമുക്കങ്ങ് തോന്നും. ദൈവം പണ്ടും ഒരുപോലാണേലും നമുക്ക് മനസ്സിലാക്കുന്ന വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം വന്നപ്പം ഈ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്. യേശു മലമേക്കരുന്ന് പുതിയ നിയമം തരും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാർ, അയ്യോ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പഴയ നിയമത്തിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസമുള്ള ഒരു നിയമമല്ലേ പുതിയ. ഈ പുതിയ നിയമകാലത്ത് ജീവിക്കാൻ ഒക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമല്ലേ. ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ പുതിയ കവനൻ്റാണ്. അത് ആരാ തുടങ്ങിയത്? യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിൻ്റെ നിയമം എന്തുവാ? പഴയ കാലത്ത് വ്യഭിചാരം ചെയ്തവനെ പിടിച്ചാൽ, പുരുഷനെ അല്ല, വ്യഭിചാരം ചെയ്ത സ്ത്രീയെ, പുരുഷന്മാരെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. സ്ത്രീയെ പിടിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നായിരുന്നു. 2 പേരെയും കൊല്ലണമെന്നുണ്ട്, പക്ഷെ 2 പേരെ കിട്ടാറില്ല. അങ്ങനെയാണ് പഴയ നിയമം. പുതിയ നിയമത്തിൽ എന്താ നീ പറയുന്നത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നുവെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5:27 തൊട്ട് വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു. പുതിയ നിയമം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചുഴഞ്ഞെടുത്ത് കളയുക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനത്തിന്. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. പുതിയ നിയമങ്ങൾ എല്ലാം പുതിയ നിയമം. അറിയുന്നില്ലേ? നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. പിന്നെ പറയുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ വസ്ത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുമെന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. പുതിയ നിയമം. പഴയതേ ഉള്ളൂ എന്ന് സോളമൻ പറഞ്ഞെടുത്ത് എല്ലാം പുതുതാക്കി തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേശുവിനെ നമ്മൾ കാണേണ്ടത്. നിയമങ്ങൾ മാറും, നിയമത്തിൻ്റെ കാഠിന്യം മാറുകയാണ്, കാഴ്ചപ്പാട് വ്യത്യാസം വരികയാണ്.
നമ്മളെല്ലാവരും പുതു സൃഷ്ടിയാക്കി. നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ പോലും പുതുതാക്കുന്നു. നമ്മൾ ഈ യുഗത്തിൽ, ഈ കൃപായുഗത്തിൽ ജീവിക്കുന്നവരാകിയാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അടുത്തറിയാൻ കൃപയുള്ളവർ എത്ര പേര് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നുണ്ട്. സകലവിധമായ അനുഗ്രഹങ്ങളും വെച്ച് നല്ലവനായ ദൈവം കൈനീട്ടി നമ്മളെ പുതു സൃഷ്ടിയാക്കാൻ ആഗ്രഹിക്കുമ്പോൾ എത്ര പേര് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും എത്രയോ സമയമെടുത്ത് എന്തെല്ലാം ഡിഗ്രികളെടുത്ത് ജീവിക്കാൻ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഈ സത്യങ്ങളുണ്ടെന്ന് എന്തുകൊണ്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ല? അവർക്ക് കേൾക്കാൻ നേരമില്ല, ചെറുപ്പത്തിലല്ലേ പഠിപ്പിക്കേണ്ടത്. രാവും പകലും ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നതാണ്. ഇവിടെയും പുറത്തും എല്ലാം ഒരുപോലെ അപ്പനമ്മമാർ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറിയിരിക്കുന്നു. എന്തുവാ പഠിപ്പിക്കുന്നത്? വലിയ ജോലി കിട്ടാൻ. എവിടെയാണ് പഠിപ്പിക്കുന്നത്? വലിയ സ്കൂളുകളിൽ. എന്ത് ഉള്ള കാശ് മുഴുവൻ പഠിപ്പിക്കാൻ ചിലവാക്കുന്നു. ഇവിടെ വചനം പറയുന്നത് പുതിയ നിയമം, പുതിയതായ കവനൻ്റ് ഞാൻ നിനക്ക് തന്നിരിക്കും. എല്ലാം പുതുതാക്കുന്ന ദൈവം നീ പഴയ നിയമം വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരാൻ എല്ലാം പുതുതാക്കുന്ന ദൈവത്തിൽ എല്ലാം സാധിപ്പിച്ചു തരുന്നൊരു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ വചനാടിസ്ഥാനത്തിൽ ജീവിച്ചാൽ നിൻ്റെ നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന് പറയുന്ന വചനം നമ്മുടെ മേലേക്ക് കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ശലോമോൻ പറഞ്ഞു, സൂര്യൻ്റെ അടിയിൽ സൂര്യന് കീഴെ പുതുതായിട്ടൊന്നുമില്ലെന്ന്. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ച് യേശുക്രിസ്തു വന്നപ്പം എല്ലാം പുതുതാക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എല്ലാം പുതുതാക്കി. പഴയ മനുഷ്യനെ മാറ്റി, പഴയ ചിന്തകൾ മാറ്റി, പഴയ നിയമങ്ങൾ മാറ്റി എല്ലാം പുതുതാക്കി തന്ന് സ്നേഹത്തിൻ്റെ ഉറവിടമാണെന്ന് ദൈവം കൃപയുടെ വാതിൽ തുറന്നു. കടന്നുവാ, ഇതിലേ കൂടെ കടന്നുവാ. ഞാനിതാ ക്രൂശിന്മേൽ കയറി നിൽക്കും, എൻ്റെ 2 കൈയും നിവർത്തി പിടിച്ച് കടന്നുവാ എന്ന് വിളിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കാണുവാൻ ഞങ്ങൾക്ക് കണ്ണുകളില്ല കർത്താവേ. ഞങ്ങൾ മറന്നു പോകുന്നു പിശ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്. എല്ലാം പുതുതാക്കുന്ന ദൈവം ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നട്ടുതരണം. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിൻ്റെ വിരൽ കൊണ്ട് നിൻ്റെ സ്നേഹത്തെ എഴുതി കാണിക്കണമേ. നിന്നിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെയും തലമുറകളെയും പിടിച്ച് തിരിച്ചു കൊണ്ടുവരണമേ കർത്താവേ. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ എല്ലാം പുതുതാക്കുന്നവൻ്റെ മുമ്പിൽ പഴയതും പറഞ്ഞുകൊണ്ടിരിക്കാതെ പണ്ടുള്ളവയെ ഓർക്കുകയേ വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് യെശയ്യാവിൽ പറയുന്നു. അങ്ങനെ പണ്ടുള്ളതിനെ ഓർക്കാതിരുന്നിട്ട് പുതുതിലേക്ക് കയറണമെങ്കിൽ ഒരു വിട പറച്ചിൽ, പഴയതിനെ കളയാനുള്ള ഹൃദയം ഇട്ട് തന്നെ. പണ്ടുള്ളതും വെച്ചുകൊണ്ടിരിക്കാതെ പുതിയതിലേക്ക് കടക്കാൻ, നിന്നിലേക്ക് നോക്കുവാൻ, പുതിയ ജീവിതം നടത്താൻ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് സ്തോത്രം. നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ കൃപായുഗത്തിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നീ അവരെ പഠിപ്പിക്കണം. ഞങ്ങളെ കാണുന്നവർ യേശുവിൻ്റെ നന്മകൾ പറയാനും ക്രിസ്തുവിൽ കടന്നു വരാനും രക്ഷ പ്രാപിപ്പാനും ഇടയാക്കണമേ. എല്ലാം പുതുതാക്കുന്നവൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരും. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.